ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 10ാം ക്ലാസ്സിലെ ഇൻ ദ ആറ്റിക് എന്ന ചാപ്റ്റർ ആണ്. പോളിഷ് പിയാനിസ്റ്റ് ആയിട്ടുള്ള വ്ളാഡിസ്വാവ് സ്പിൽമാന്റെ ആത്മകഥയിലെ ഒരു ഭാഗമാണ് ഇൻ ദ ആറ്റിക് എന്ന ചാപ്റ്റർ. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ദ പിയാനിസ്റ്റ് എന്നാണ്. അപ്പൊ അതിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇൻ ദ ആറ്റിക് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്ന ഭാഗം. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കാം. 1939 സെപ്റ്റംബർ 1 ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസി ജർമ്മനി പോളണ്ടിനെ അറ്റാക്ക് ചെയ്യാണ്. അപ്പൊ ജർമ്മൻസിനെ അപേക്ഷിച്ച് ജൂതന്മാരാണ് അവർക്ക് ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് വരുന്നത്. അങ്ങനെ ജർമ്മനി പോളണ്ടിനെ അറ്റാക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് 2ാം ലോക മഹായുദ്ധം തുടങ്ങുകയാണ്. പെട്ടെന്നുള്ളൊരു അറ്റാക്ക് ആയിരുന്നു. അതുപോലെ തന്നെ പോളിഷ് ആളുകളുടെ ജനസംഖ്യ കുറവായിരുന്നു. അങ്ങനെ അവർ നേരിടുന്ന കുറെ പ്രശ്നങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇൻ ദ ആറ്റിക് എന്ന നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തിലും ഇതുപോലെ തന്നെ പോളിഷ് പിയാനിസ്റ്റ് ആയിട്ടുള്ള സ്പിൽമാൻ അദ്ദേഹം അനുഭവിച്ച സ്ട്രഗിൾസും ആരൊക്കെയാണ് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്തതെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് കടക്കാം. എവറി ഹ്യൂമൻ ബീങ്സ് ഡിസേർവ്സ് ടു ബി ഫ്രീ ആൻഡ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി. ഓരോ വ്യക്തികൾക്കും സ്വാതന്ത്ര്യത്തോടുകൂടിയും അന്തസ്സോടുകൂടിയും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ദീസ് ആർ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ്, ബട്ട് ഇൻ ദ വേൾഡ് വി ലിവ് ഇൻ മില്യൺസ് ഓഫ് പീപ്പിൾ ആർ ഡിനൈഡ് ദ ബേസിക് റൈറ്റ്സ്. ഇത് എല്ലാവരുടെയും യൂണിവേഴ്സൽ അവകാശമാണെങ്കിലും നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ലോകത്ത് പല ആളുകൾക്കും ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കുന്നുണ്ട്. വ്ളാഡിസ്വാവ് സ്പിൽമാൻ, എ പിയാനിസ്റ്റ് ആൻഡ് കമ്പോസർ, വാസ് എ പോളിഷ് ജൂ. നമ്മളുടെ ഈ കഥ എഴുതിയിട്ടുള്ള സ്പിൽമാൻ ഒരു പോളിഷ് ജൂതനാണ്, പോളണ്ടിലെ ഒരു ജൂത മതക്കാരനാണ്. He was forced to live in the ghetto, a dismal place meant for the Jews alone during the Second World War. Most of the Jews were then sent to concentration camps where they were tortured and then to gas chambers where they were killed in mass. അപ്പം സ്പിൽമാനെ പോലെയുള്ള പല പോളിഷ് ജൂതന്മാരെയും 2ാം ലോക മഹായുദ്ധ കാലത്ത് ഇതുപോലെ ജൂതന്മാർ മാത്രം താമസിക്കുന്ന ചേരികളിലേക്ക് മാറ്റി പിന്നെ അവിടെ നിന്ന് അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് അവരെ ടോർച്ചർ ചെയ്തിട്ട് കൊല്ലുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ സ്പിൽമാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തു, ആ സ്ട്രഗ്ലിംഗ് പീരീഡിലും എങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്നൊക്കെയാണ് ഇൻ ദ ആറ്റിക് എന്ന സ്റ്റോറിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് സ്പിൽമാൻസ് ഡെസ്പറേറ്റ് സ്ട്രഗിൾ ടു സ്റ്റേ അലൈവ് ഡ്യൂറിംഗ് ദ വാർ. അപ്പൊ യുദ്ധസമയത്ത് അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങളും ജീവൻ നിലനിർത്താനായിട്ട് ആരൊക്കെയാണ് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തതും എന്നൊക്കെയാണ് ഇൻ ദ ആറ്റിക് എന്ന ഭാഗത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ നമുക്ക് സ്റ്റോറി വായിക്കാം. ഇൻ ദ ആറ്റിക്, വ്ളാഡിസ്വാവ് സ്പിൽമാൻ. ഇവിടെ വ്ളാഡിസ്ലോ എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളതെങ്കിലും വ്ളാഡിസ്വാവ് എന്നാണ് അതിന് കറക്റ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഇനി നമുക്ക് സ്റ്റോറി വായിക്കാം. ഐ slummed on the chair by the larder door. It was some time before I stammered with difficulty. Do what you like to me. I'm not moving from here. ഇത് ആത്മകഥ ആയതുകൊണ്ട് തന്നെ സ്പിൽമാൻ തന്നെ പറയുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഐ slummed on the chair by the larder door. സ്ലംഡ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്നതിനെയാണ് പറയുന്നത്. അപ്പൊ വളരെ ബുദ്ധിമുട്ടിയിട്ട് ആ ലാഡർ ഡോറിന്റെ അടുത്തുള്ള കസേരയിൽ ഇരുന്നു. ലാഡർ എന്ന് പറഞ്ഞാൽ സ്റ്റോർ റൂം, ഒരു ചെറിയ റൂം എന്നാണ് അർത്ഥം. അപ്പോൾ സ്റ്റോർ റൂമിന് അടുത്ത് കിടക്കുന്ന ആ കസേരയിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. ഇറ്റ് വാസ് സം ടൈം ബിഫോർ ഐ സ്റ്റാമേർഡ് വിത്ത് ഡിഫിക്കൽട്ടി. ഡു വാട്ട് യു ലൈക്ക് ടു മീ. ഐ എം നോട്ട് മൂവിംഗ് ഫ്രം ഹിയർ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നെ ചെയ്തോളൂ, ഞാൻ ഇവിടെ നിന്ന് എന്തായാലും മാറില്ല എന്ന് പറഞ്ഞ് കുറച്ച് നിമിഷങ്ങളായിട്ടേ ഉള്ളൂ. ഐ ഹാവ് നോ ഇന്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു, ദ ഓഫീസർ സെഡ്. അപ്പൊ ആരാണ് അവിടെ സ്പിൽമാന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത്? ഒരു ആർമി ഓഫീസറാണ്. അദ്ദേഹം എന്താ പറയുന്നത്? ഐ ഹാവ് നോ ഇന്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു. നിങ്ങളെ ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് ഒരു ലക്ഷ്യമില്ല. ദെൻ ഹി ആസ്ക്ഡ് മീ, വാട്ട് ഡു യു ഡു ഫോർ എ ലിവിംഗ്? ഐ എം എ പിയാനിസ്റ്റ്. അപ്പൊ ആ ആർമി ഓഫീസർ സ്പിൽമാനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ജീവിക്കാനായിട്ട് എന്താണ് ചെയ്യുന്നത്? സ്പിൽമാന്റെ ജോലി എന്താണ്? ഐ എം എ പിയാനിസ്റ്റ്. ഞാനൊരു പിയാനിസ്റ്റ് ആണ്. ഹി ലുക്ക്ഡ് അറ്റ് മീ മോർ ക്ലോസ്ലി. അദ്ദേഹം എന്നെ വീണ്ടും സൂക്ഷിച്ചു നോക്കി. Then his glance fell on the door to the other room. An idea seemed to have struck him. എന്നിട്ട് അദ്ദേഹം എങ്ങോട്ടാണ് നോക്കിയത്? തൊട്ടടുത്ത റൂമിന്റെ വാതിലിലേക്ക് നോക്കി. പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്തോ ഒരു ഐഡിയ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നതായിട്ട് എനിക്ക് തോന്നി. കം വിത്ത് മീ വിൽ യു? അങ്ങനെ സ്പിൽമാനോട് ആ ഓഫീസർ ചോദിക്കുകയാണ്, എന്റെ കൂടെ വരുമോ എന്ന്. വി വെന്റ് ഇൻ ടു ദ നെക്സ്റ്റ് റൂം where a piano stood by the wall. അപ്പോൾ ചുമരിനടുത്ത് ഒരു പിയാനോ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ റൂമിലേക്കാണ് അവർ പോയത്. The officer pointed to the instrument. Play something. എന്താണ് ഓഫീസർ പറഞ്ഞേ? ആ ഇൻസ്ട്രുമെന്റ് ചൂണ്ടിക്കാട്ടി സ്പിൽമാനോട് പറയാണ്, ആ പിയാനോയിൽ എന്തെങ്കിലും പ്ലേ ചെയ്യൂ, എന്തെങ്കിലും വായിക്കൂ. ഐ ലുക്ക്ഡ് എൻക്വയറിംഗ്ലി അറ്റ് ഹിം ആൻഡ് ഡിഡ് നോട്ട് മൂവ്. അപ്പൊ ഞാൻ ഒരു അടി പോലും അനങ്ങാതെ അത്ഭുതത്തോടു കൂടി എന്താണ് പറയുന്നതെന്ന് അറിയാതെ അദ്ദേഹത്തെ നോക്കുകയാണ്. ഹി ഓബ്വിയസ്ലി സെൻസ്ഡ് മൈ ഫിയേഴ്സ് സിൻസ് ഹി ആഡഡ് റിയഷ്വറിംഗ്ലി, ഇറ്റ്സ് ഓൾ റൈറ്റ്, യു ക്യാൻ പ്ലേ. ഇഫ് എനി വൺ കംസ് യു ക്യാൻ ഹൈഡ് ഇൻ ദ ലാഡർ ആൻഡ് ഐ വിൽ സേ ഇറ്റ് വാസ് മീ ട്രൈങ് ദ ഇൻസ്ട്രുമെന്റ് ഔട്ട്. അപ്പം എന്റെ പേടി മനസ്സിലാക്കിയ ആർമി ഓഫീസർ
ഉറപ്പിച്ച് പറയാണ്, കുഴപ്പമില്ല, നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളെ ലാഡർ റൂമിൽ, ആ സ്റ്റോർ റൂമിൽ ഒളിപ്പിച്ചിട്ട് ഞാൻ പറയാം ഞാനാണ് ആ പിയാനോ വായിച്ചിരുന്നത് എന്ന് പറയാമെന്ന്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിയാനിസ്റ്റ്, നമ്മളുടെ സ്പിൽമാൻ എന്ന് പറയുന്നത് ഒരു പോളിഷ് പിയാനിസ്റ്റും ആ ആർമി ഓഫീസർ ആരാണ്, ഒരു ജർമ്മനും ആണ് അല്ലെ. അവർ രണ്ടുപേരും രണ്ട് ശത്രു രാജ്യത്തുള്ള ആളുകളാണ്. പക്ഷെ തന്നെ ഒന്നും ചെയ്യാതെ പിയാനോ പ്ലേ ചെയ്യാനാണ് ഈ ജർമ്മൻ ഓഫീസർ സ്പിൽമാനോട് പറയുന്നത്. വെൻ ഐ പ്ലേസ്ഡ് മൈ ഫിംഗേഴ്സ് ഓൺ ദ കീബോർഡ് ദേ ഷുക്ക്. എന്റെ കൈ ആ കീബോർഡിൽ വെച്ചപ്പോൾ അത് വിറയ്ക്കാനായിട്ട് തുടങ്ങി. I hadn't practiced for 2.5 years. My fingers were stiff and covered with a thick layer of dirt, and I had not cut my nails for some weeks. എന്റെ കൈ അതിന് മുകളിൽ വെച്ചപ്പോൾ വിറയ്ക്കാനായിട്ട് തുടങ്ങി. 2.5 വർഷമായിട്ട് ഞാൻ കീബോർഡ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. എന്റെ കൈ സ്റ്റിഫായി. അതുപോലെ തന്നെ തിക്ക് ലെയർ, നല്ല കട്ടിയിൽ അഴുക്കും എന്റെ കയ്യിലുണ്ടായിരുന്നു. ആഴ്ചകളായിട്ട് നഖവും വെട്ടിയിട്ടില്ല. I played Chopin's Nocturne in C sharp minor. അദ്ദേഹം ഏതാണ് പ്ലേ ചെയ്തത്? ചോപ്പിൻസിന്റെ നോക്ടേൺ ആണ്. സി ഷാർപ്പ് മൈനറിലാണ് കീബോർഡിൽ പ്ലേ ചെയ്തത്. വെൻ ഐ ഫിനിഷ്ഡ് ദ സൈലൻസ് സീംഡ് ഗ്ലൂമി ആൻഡ് ഇയറി. ഞാനത് പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു നിശബ്ദത വളരെ ഗ്ലൂമി ആയിട്ട്, വളരെ വിഷമമുള്ള ഒരു അവസ്ഥയായിട്ട് എനിക്ക് തോന്നി. ഐ ഹേർഡ് എ ഷോട്ട് ഡൗൺ ബിലോ ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്, എ ഹാർഷ് ലൗഡ് ജർമ്മൻ നോയ്സ്. ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം എന്താ കേട്ടത്? ബിൽഡിങ്ങിന് പുറത്ത് ഉള്ള ഒരു വെടിയൊച്ചയാണ്. ഒരു ഹാർഷ് ആയിട്ടുള്ള ജർമ്മൻ ശബ്ദമാണ് അദ്ദേഹം കേട്ടത്. ദ ഓഫീസർ ലുക്ക്ഡ് അറ്റ് മീ ഇൻ സൈലൻസ്. ആഫ്റ്റർ എ വൈൽ ഹി സൈഡ് ആൻഡ് മട്ടേർഡ്. ഇപ്പൊ കുറച്ചു നേരം എന്നെ നിശബ്ദതയോടുകൂടി നോക്കിയിട്ട് അദ്ദേഹം പറയാണ്, ഓൾ ദ സെയിം യു ഷുഡന്റ് സ്റ്റേ ഹിയർ. ഐ വിൽ ടേക്ക് യു ഔട്ട് ഓഫ് ദ സിറ്റി ടു എ വില്ലേജ്. യു വിൽ ബി സേഫർ ദർ. അപ്പൊ അദ്ദേഹം എന്താണ് പറയുന്നത്? നീ ഇനി ഇവിടെ നിൽക്കരുത്, ഞാൻ നിന്നെ ഇവിടുന്ന് പുറത്തേക്ക്, സിറ്റിയുടെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു വില്ലേജ്, ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാം. അവിടെ നീ കുറച്ചുകൂടി സുരക്ഷിതനായിരിക്കും എന്നാണ് ഓഫീസർ പറയുന്നത്. ഐ ഷുക്ക് മൈ ഹെഡ്. ഐ കാൻ ലീവ് ദിസ് പ്ലേസ്, ഐ സെഡ് ഫേംലി. അപ്പം സ്പിൽമാൻ പറയാണ്, എനിക്ക് ഈ സ്ഥലം വിട്ട് എങ്ങോട്ടും വരാനായിട്ട് പറ്റില്ല. ഓൺലി നൗ ഡിഡ് ഹി സീം ടു അണ്ടർസ്റ്റാൻഡ് മൈ റിയൽ റീസൺ ഫോർ ഹൈഡിങ് എമംഗ് ദ റൂയിൻസ്. ഇപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുന്നതെന്ന്. എന്താണ് കാരണം? യു ആർ ജൂയിഷ്, ഹി ആസ്ക്ഡ്. അപ്പം ആർമി ഓഫീസർ ചോദിക്കുകയാണ്, നീ ജൂതനാണോ എന്ന്. യെസ്. അപ്പൊ എന്താണ് പറഞ്ഞത് സ്പിൽമാൻ? യെസ്, ഞാൻ ജൂതനാണ്. യെസ്, വെൽ, ഹി മർമർഡ്. ഇൻ ദാറ്റ് കേസ് ഐ സീ യു റിയലി കാന്റ് ലീവ്. വെർ ആർ യു ഹൈഡിങ്? അപ്പം ഓഫീസർ പറയാണ്, ഓ അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്തായാലും ഇവിടുന്ന് പോവാനായിട്ട് പറ്റില്ല. നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഇൻ ദ ആറ്റിക്. എവിടെയാണ്? ഞാൻ ആറ്റിക്കിലാണ്, ഞാൻ തട്ടിൻപുറത്താണ് ഒളിച്ചിരിക്കുന്നത്. ഹി ഇൻസ്പെക്ടഡ് ദ ആറ്റിക് ആൻഡ് ഡിസ്കവേർഡ് സംതിങ് ഐ ഹാഡ് നോട്ട് യെറ്റ് നോട്ടിസ്ഡ്. അപ്പം ആ തട്ടിൻപുറത്തേക്ക് ഈ ആർമി ഓഫീസർ കയറിയിട്ട് ഇൻസ്പെക്ട് ചെയ്യാണ്, അവിടേക്ക് നോക്കി. അപ്പോൾ സ്പിൽമാൻ കാണാത്ത ഒരു കാര്യം അദ്ദേഹം അവിടെ കാണുകയാണ്. എ ലോഫ്റ്റ് മെയ്ഡ് ഓഫ് ബോർഡ്സ് ഡയറക്ട്ലി അബൌവ് ദ എൻട്രൻസ് ടു ദ ആറ്റിക്. The officer said he thought I should hide in this loft. He asked if I had anything to eat. എന്താണ് അദ്ദേഹം കണ്ടത്? ഒരു ലോഫ്റ്റ് ആണ്. തട്ടിന്റെ മുകളിൽ സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട് ഒരു സ്റ്റോർ റൂം പോലെ ബോർഡ്സ് ഒക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ലോഫ്റ്റ് എന്ന് പറയുന്നത്. തട്ടിൻപുറത്തെ ഈ ലോഫ്റ്റ് കണ്ടപ്പോൾ ഓഫീസർ പറയാണ്, നിനക്ക് ഇവിടെ ഒളിക്കാം, നീ എന്തെങ്കിലും കഴിച്ചോ, കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന്. നോ, ഐ സെഡ്. വെൽ, നെവർ മൈൻഡ്, ഹി ആഡഡ് ഹാസ്റ്റ്ലി. ഐ വിൽ ബ്രിങ് യു സം ഫുഡ്. അപ്പൊ പേടിക്കേണ്ട, ഞാൻ നിനക്ക് ഭക്ഷണം കൊണ്ടുതരാം. ഓൺലി നൗ ഡിഡ് ഐ വെഞ്ചർ എ ക്വസ്റ്റൻ ഓഫ് മൈ ഓൺ. ആർ യു ജർമ്മൻ? ഇപ്പോഴാണ് എനിക്കൊരു ചോദ്യം ചോദിക്കാനായിട്ട് തോന്നിയത്. എന്താണ് സ്പിൽമാൻ ഓഫീസറോട് ചോദിച്ചത്? ആർ യു ജർമ്മൻ? താങ്കൾ ജർമ്മൻ ആണോ, എന്റെ ശത്രു ആണോ എന്നാണ് ചോദിക്കുന്നത്. ഹി ഓൾമോസ്റ്റ് ഷൗട്ടഡ് ഹിസ് ആൻസർ ഇൻ എജിറ്റേഷൻ ആസ് ഇഫ് മൈ ക്വസ്റ്റ്യൻ ഹാഡ് ബീൻ ആൻ ഇൻസൾട്ട്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഒരു ദേഷ്യത്തിൽ, എജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ദേഷ്യമാണ്, ദേഷ്യത്തിലുള്ള ഒരു ഉത്തരമായിരുന്നു. എന്റെ ചോദ്യം അദ്ദേഹത്തിന് ഒരു ഇൻസൾട്ടായി എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. യെസ്, ആൻഡ് ashamed of it after everything that has been happening. Abruptly he shook hands with me and left. അപ്പൊ ദേഷ്യത്തിൽ അദ്ദേഹം എന്താണ് പറയുന്നത്? യെസ്, ഞാൻ ഒരു ജർമ്മൻ ആണ്. ആൻഡ് ഇപ്പൊ നടക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരു ജർമ്മൻ ആണ് എന്ന് പറയുന്നതിൽ എനിക്ക് അപമാനമാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. 3 days passed before he reappeared. അങ്ങനെ 3 ദിവസത്തിന് ശേഷം അദ്ദേഹം വീണ്ടും വരികയാണ്. It was evening and pitch dark when I heard a whisper under my loft. തട്ടിൻപുറത്തെ ആ റൂമിന് താഴെ ഒരു ചെറിയ ശബ്ദമൊക്കെ കേട്ടപ്പോൾ ഒരു ഈവനിങ് ടൈമാണ്, നല്ല ഇരുട്ട് നിറഞ്ഞൊരു സമയമാണ്. ഹലോ, ആർ യു ദർ? യെസ്, ഐ എം ഹിയർ, ഐ റിപ്ലൈഡ്. അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്പിൽമാൻ പറഞ്ഞു, യെസ്, ഞാൻ എവിടെയുണ്ട്. സൂൺ ആഫ്റ്റർവേർഡ്സ് സംതിങ് ഹെവി ലാൻഡഡ് ബിസൈഡ് മീ. പെട്ടെന്ന് തന്നെ ഹെവി ആയിട്ടുള്ള എന്തോ സാധനം എന്റെ അടുത്ത് വന്ന് വീണു. ത്രൂ ദ പേപ്പർ ഐ ഫെൽറ്റ് സെവറൽ ലോവ്സ് ആൻഡ് സംതിങ് സോഫ്റ്റ് വിച്ച് ലേറ്റർ ടേൺഡ് ഔട്ട് ടു ബി ജാം wrapped in grease proof paper. എന്തായിരുന്നു അദ്ദേഹം കൊടുത്തത്? കുറച്ച് ലോഫ്സ് ആണ്, എന്ന് പറഞ്ഞാല് ബ്രെഡ്, കഴിക്കാനായുള്ള ഭക്ഷണമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രീസ് പ്രൂഫ് പേപ്പറിൽ ജാമും പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഐ ക്വിക്ലി പുട്ട് ദ പാക്കേജ് ടു വൺ സൈഡ് ആൻഡ് കോൾ വെയിറ്റ് എ മൊമെന്റ്.
പെട്ടെന്ന് തന്നെ ആ പാക്കേജ് ഒരു വശത്തേക്ക് വെച്ചിട്ട് പറഞ്ഞു, വെയിറ്റ് എ മൊമെന്റ്, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. ദ വോയിസ് ഇൻ ദ ഡാർക്ക് സൗണ്ടഡ് ഇംപേഷ്യന്റ്. അപ്പൊ ആ ഇരുട്ടില് തീരെ ക്ഷമയില്ലാതെ ഇംപേഷ്യന്റ് ആയിട്ട് ആ ഓഫീസർ ചോദിക്കുകയാണ്, വാട്ട് ഇസ് ഇറ്റ്, ഹറി അപ്പ്, എന്താണ്, പെട്ടെന്ന് പറയൂ. ദി ഗാർഡ് സോ മീ കം ഇൻ ഹിയർ ആൻഡ് ഐ മസ്റ്റൻ സ്റ്റേ ലോങ്. ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഗാർഡ്സ് കണ്ടിട്ടുണ്ട്, അപ്പൊ എനിക്ക് അധികം സമയം ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല. ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്, ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിംഗ് അറ്റ് ദ ലേറ്റസ്റ്റ്. അപ്പൊ അദ്ദേഹം പറയാണ്, ഒരു കുറച്ച് ആഴ്ചകൾ കൂടി നിങ്ങളൊന്ന് ക്ഷമിക്കൂ, ഒന്ന് പ്രതീക്ഷയോടെ, ഹാങ് ഓൺ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയോടെ ഇരിക്കൂ, സ്പ്രിംഗ് ആവുമ്പോഴേക്കും യുദ്ധം കഴിയും എന്ന്. ദ വോയിസ് ഫെൽ സൈലന്റ്. ഐ ഡിഡ് നോട്ട് നോ ഇഫ് ദ ഓഫീസർ വാസ് സ്റ്റിൽ ദർ ഓർ ഇഫ് ഹി ഹാഡ് ഗോൺ. പെട്ടെന്ന് ശബ്ദം സൈലന്റ് ആയി. എനിക്കറിയില്ല ഓഫീസർ അവിടെ ഉണ്ടോ അതോ അവിടെ നിന്ന് പോയോ എന്ന്. ബട്ട് സഡൻലി ഹി സ്പോക്ക് അഗെയിൻ. പക്ഷെ പെട്ടെന്ന് വീണ്ടും അദ്ദേഹം പറയാണ്, യു മസ്റ്റ് ഹാങ് ഓൺ, ഡു യു ഹിയർ? നിങ്ങൾ ക്ഷമയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കണം, കേൾക്കുന്നുണ്ടോ? ഹിസ് വോയിസ് സൗണ്ടഡ് ഹാർഷ്, almost as if he were giving an order, convincing me of his unyielding belief that the war would end well for us. അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം കുറച്ച് പരുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം എന്നോടൊരു ഓർഡർ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി വാർ പെട്ടെന്ന് കഴിയും എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഓൺലി ദെൻ ഡിഡ് ഐ ഹിയർ ദ ക്വയറ്റ് സൗണ്ട് ഓഫ് ദ അറ്റിക് ഡോർ ക്ലോസിംഗ്. അതിനുശേഷമാണ് ആ അറ്റിക് ഡോർ അടയുന്ന ശബ്ദം ഞാൻ കേട്ടത്. അപ്പൊ അദ്ദേഹം അവിടെ നിന്ന് പോയി. മോണോട്ടോണസ് ഹോപ്പ്ലെസ് വീക്സ് പാസ്റ്റ് ബൈ. മോണോട്ടോണസ് എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള, ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരുപോലെയുള്ള പ്രതീക്ഷയൊന്നും ഇല്ലാത്ത പല ആഴ്ചകളും കടന്നുപോയി. ഐ ഹേർഡ് ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയർ. ആർട്ടിലറി എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളിൽ ഉപയോഗിക്കുന്ന തോക്ക്, അങ്ങനത്തെ ഉപകരണങ്ങളുടെ ശബ്ദമാണ്. അപ്പം ഓരോ ദിവസം കഴിയും തോറും ആർട്ടിലറി ഫയറിന്റെ, ആ യുദ്ധത്തിലെ തോക്കുകളുടെ ശബ്ദം, വെടിയൊച്ചയൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരാനായിട്ട് തുടങ്ങി. There were days when not a single shot broke the silence. ചിലപ്പോഴൊക്കെ ഒരു വെടിയൊച്ച പോലും കേൾക്കാത്ത ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. Soldiers went up and down the stairs, often bringing large packages up to the attic and fetching others down. സോൾജേഴ്സ് ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്കും താഴേക്കൊക്കെ വരുന്നുണ്ട്, വലിയ പാക്കേജസ് മുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, ബാക്കിയുള്ളത് താഴേക്ക് കൊണ്ടുവരുന്നുണ്ട്. ബട്ട് മൈ ഹൈഡിംഗ് പ്ലേസ് വാസ് വെൽ ചോസൻ. നോ വൺ എവർ തോട്ട് ഓഫ് സെർച്ചിങ് ദ ലോഫ്റ്റ്. പക്ഷെ ഞാൻ ഒളിക്കാനായിട്ട് തെരഞ്ഞെടുത്ത സ്ഥലം വളരെ നല്ലതായിരുന്നു. ഒരു സോൾജർ പോലും ആ ലോഫ്റ്റിൽ ഒന്ന് സെർച്ച് ചെയ്യാനായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഓൺ 12th December, the officer came for the last time. നമ്മുടെ ആർമി ഓഫീസർ അവസാനമായിട്ട് വന്നത് ഡിസംബർ 12-നാണ്. ഹി ബ്രോട്ട് മീ എ ലാർജർ സപ്ലൈ ഓഫ് ബ്രെഡ് ദാൻ ബിഫോർ വാം എയ്ഡ് ഡൗൺ. എയ്ഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ നല്ല ചൂട് തരുന്ന കട്ടിയുള്ള മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു ബെഡ് കവറാണ്. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്നത് ബെഡ് കവറും ഈ ഒരു കമ്പിളിപ്പുതപ്പുമാണ്. ഹി ടോൾഡ് മീ ഹി വാസ് ലീവിംഗ് വോർസോ വിത്ത് ഹിസ് ഡിറ്റാച്ച്മെന്റ് ആൻഡ് ഐ മസ്റ്റ് ഓൺ നോ അക്കൗണ്ട് ലൂസ് ഹാർട്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഡിറ്റാച്ച്മെന്റ്, പട്ടാളക്കാരുടെ ഗ്രൂപ്പിനെയാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ആർമി ഗ്രൂപ്പുമായിട്ട് അദ്ദേഹം ഈ യുദ്ധമുഖത്തിൽ നിന്ന് പോവുകയാണ്. എന്നോട് പ്രതീക്ഷയോടെ ഇരിക്കാനായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്, ഐ ആസ്ക്ഡ് ആൻഷ്യസ്ലി. അപ്പം സ്പിൽമാൻ ചോദിച്ചു, സ്ട്രീറ്റ് ഫൈറ്റിംഗ് ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യും ഇവിടുന്ന് താഴേക്ക് പോയാൽ? If you and I have survived this inferno for over 5 years, he replied, it's obviously God's will for us to live. അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞത് എന്താണ്? ഈ നരകത്തില്, ഈ ഇൻഫേർണോയില് 5 വർഷം നീയും ഞാനും സർവൈവ് ചെയ്ത് നിലനിന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ നിശ്ചയം നമ്മൾ ജീവിക്കും എന്ന് തന്നെ ആയിരിക്കും എന്നാണ് ഓഫീസർ സ്പിൽമാൻ ഉറപ്പ് കൊടുത്തത്. We had already said goodbye and he was about to go when an idea came to me at the last moment. ഞങ്ങൾ ഗുഡ് ബൈ പറഞ്ഞ അദ്ദേഹം പോവാനായിട്ട് നിൽക്കുന്ന സമയത്താണ് എനിക്കൊരു ഐഡിയ വന്നത്. I had long been racking my brains for some way of showing him my gratitude. അപ്പൊ എന്റെ നന്ദി അദ്ദേഹത്തിന് കാണിക്കാനായിട്ട് ഞാൻ കുറെ സമയമായിട്ട് ആലോചിക്കുന്നു, എങ്ങനെയാണ് എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിന് കാണിക്കാൻ. Listen, I took his hand and began speaking urgently. I never told you my name. You didn't ask me, but I want you to remember it. Who knows what may happen? അപ്പൊ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച സ്പിൽമാൻ പറയാണ്, ഞാൻ എന്റെ പേര് നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ചോദിച്ചിട്ടുമില്ല, പക്ഷെ എന്നെ നിങ്ങൾ ഓർക്കണം എന്നാണ് എന്റെ ആഗ്രഹം. എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും അറിയില്ലല്ലോ എന്ന്. You have a long way to go home. If I survive, I'll certainly be working for Polish radio again. I was there before the war. അപ്പൊ സ്പിൽമാൻ പറയാണ്, ഞാൻ രക്ഷപ്പെട്ട് സർവൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ യുദ്ധത്തിന് ശേഷം എന്തായാലും പോളിഷ് റേഡിയോയിൽ ജോയിൻ ചെയ്യും. യുദ്ധത്തിന് മുമ്പ് എനിക്ക് ജോലി പോളിഷ് റേഡിയോയിലായിരുന്നു. If anything happens to you, if I can help you, then in any way remember my name, Spillman, Polish Radio. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി, അതിൽ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്റെ പേര് നിങ്ങൾ മറക്കരുത്, സ്പിൽമൻ പോളിഷ് റേഡിയോ എന്ന് പറഞ്ഞിട്ടാണ് സ്പിൽമാൻ അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നത്. എന്താ ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് സ്പിൽമാൻ ആർമി ഓഫീസറിനെ വിടുന്നത്. He smiled his usual smile, half shy and embarrassed, but I felt I had given him pleasure with my naive wish to help him.
അപ്പൊ അദ്ദേഹം സ്ഥിരം ചിരിക്കുന്നത് പോലെയുള്ള ഒരു നിഷ്കളങ്കമായിട്ടുള്ള എന്നാൽ നാണക്കേടോടുകൂടിയുള്ള ആ ചിരി ചിരിച്ചു. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്റെ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് എനിക്ക് അദ്ദേഹത്തിന് കുറച്ച് സന്തോഷം കൊടുക്കാൻ പറ്റിയെന്നാണ്. The first hard frosts came in the middle of December. Christmas came and then the New Year 1945. The 6th Christmas and New Year celebration of the war and the worst I had known. അങ്ങനെ അവിടെ ഇരുന്നിരുന്നപ്പോൾ 1945 ആണ് ഇയർ വരുന്നത്. ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ കഴിയാണ്. 6th ക്രിസ്മസ് ആണ്, വാറിന് ശേഷം വരുന്ന 6ാമത്തെ ക്രിസ്മസ് ആണ്. ആൻഡ് ദ വേഴ്സ്റ്റ്, അദ്ദേഹത്തിന് അറിയുന്ന ഏറ്റവും മോശം ക്രിസ്മസ് കൂടിയാണ്. ഐ ലേ ഇൻ ദ ഡാർക്ക് ലിസണിംഗ് ടു ദ സ്റ്റോമി വിൻഡ്. ആ കാറ്റിന്റെ ശബ്ദം കേട്ട് ഞാൻ ആ ഇരുട്ടിൽ കിടക്കുകയാണ്. I heard the squeaking and rustling of rats and mice running back and forth in the attic. അപ്പം തട്ടിൻപുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വരുന്ന റാറ്റ്സിന്റെ ഒക്കെ ശബ്ദം എനിക്ക് കേൾക്കാനുണ്ട്. In my mind, I went over every Christmas before and during the war. At first, I had a home, parents, 2 sisters and a brother. അപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ മുമ്പത്തെ ഓർമ്മകളാണ്, പണ്ടത്തെ ക്രിസ്മസ് ഓർമ്മകളാണ് അദ്ദേഹം ഓർക്കുന്നത്. ആദ്യം അദ്ദേഹത്തിന് ഒരു വീടുണ്ടായിരുന്നു, പാരന്റ്സ് ഉണ്ടായിരുന്നു, 2 സഹോദരിമാരും ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. Then we had no home for our own anymore. പിന്നെ എന്താണ്, ആദ്യം അവർക്ക് വീടാണ് നഷ്ടപ്പെട്ടത്. But we were together. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. Later, I was alone but surrounded by other people. പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, വീട്ടിൽ നിന്ന് മാറി നിന്നാലും മറ്റാളുകൾ എന്റെ ചുറ്റും ഉണ്ടായിരുന്നു. And now, I was lonelier, I supposed, than anyone else in the world. ഈ ലോകത്തിലെ എല്ലാവരേക്കാളും ഒറ്റപ്പെട്ട് ഏകാന്തനായിട്ടാണ് ഞാനിപ്പോ നിൽക്കുന്നത്. I had to be alone, entirely alone if I wanted to live. എനിക്ക് ജീവിക്കണമെങ്കിൽ മുഴുവനായിട്ടും ഒറ്റയ്ക്കാവണമായിരുന്നു. എന്നാൽ മാത്രമാണ് എനിക്ക് ഈ ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ. അങ്ങനെ അദ്ദേഹം പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർക്കാണ്. On 14th January, unusual noises in the building and the street outside woke me. ഇപ്പൊ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു. ജാനുവരി 14th ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ശബ്ദങ്ങളൊക്കെ പുറത്തുനിന്ന് കേൾക്കാണ് ബിൽഡിംഗ്. അങ്ങനെയാണ് അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. Soldiers ran up and down the stairs and I heard agitated, nervous voices. സോൾജേഴ്സ് പെട്ടെന്ന് ബിൽഡിങ്ങിന്റെ മുകളിലേക്കും താഴേക്കൊക്കെ കയറി ഇറങ്ങുന്നുണ്ട്. ദേഷ്യത്തിലുള്ള ടെൻഷനിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. Early in the morning of 15th January, the sound of artillery from the previously silent front was heard. ഇപ്പോൾ ജാനുവരി 15th അതുവരെ സൈലന്റ് ആയിട്ടുള്ള യുദ്ധമുഖത്ത് നിന്ന് വീണ്ടും വെടിയൊച്ച കേൾക്കാനായിട്ട് തുടങ്ങി. The ground and the walls of the building shook under the constant dull thunder. ഇപ്പൊ ബിൽഡിങ്ങിന്റെ വാതിലുകളും ചുവരൊക്കെ ഈ thunder സൗണ്ടിൽ, ഇടിമുഴക്കം, ഈ വെടിയൊച്ചയുടെ ശബ്ദത്തിൽ ഷെയ്ക്ക് ആവുകയാണ്. 3 hours later, the heavy artillery fire died down again, but I was as nervous as ever. 3 മണിക്കൂറിന് ശേഷമാണ് ഈ വെടിയൊച്ച അവിടെ നിന്നത്. പക്ഷെ ഞാൻ അപ്പോഴും നെർവസ് ആയിരുന്നു. I did not sleep at all that night. ആ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. The street fighting would begin at any moment and I could be killed. സ്ട്രീറ്റ് ഫൈറ്റിംഗ്, തെരുവിൽ എപ്പോ വേണമെങ്കിലും പ്രശ്നം ഉണ്ടാവാം, ഞാൻ മരണപ്പെടുകയും ചെയ്യും. The night passed peacefully. Around 1 o'clock, I heard the remaining Germans leaving the building. അങ്ങനെ ആ രാത്രി സമാധാനപരമായിട്ട് കടന്നുപോയി. ഒരു മണിയായപ്പോ ബാക്കിയുള്ള ജർമൻസും ആ ബിൽഡിംഗ് കടന്നു പോകുന്നതായിട്ട് ഞാൻ കേട്ടു. സൈലൻസ് ഫെൽ. വീണ്ടും നിശബ്ദതയായി. I could not even hear the steps of the guards outside the building. ബിൽഡിങ്ങിന് പുറത്ത് ഗാർഡ്സിന്റെ ഫുഡ് സ്റ്റെപ്സ് പോലും അല്ലെങ്കിൽ ശബ്ദം പോലും അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റിയിരുന്നില്ല, അത്രയും സൈലന്റ് ആയി. Not until the early hours of the next day was the silence broken by a loud and resonant noise. പക്ഷെ എന്താണ്, പിറ്റേ ദിവസം എങ്ങനെയാണ് ഈ സൈലൻസ് ബ്രേക്ക് ചെയ്തത്? ഒരു വലിയ വെടിയൊച്ച, വളരെ ലൗഡ് ആയിട്ടുള്ള ഒരു ശബ്ദം കേട്ടിട്ടാണ്. അത് അദ്ദേഹം എക്സ്പെക്ട് ചെയ്തതാണ്. The last sound I had expected. Radio loudspeakers set up somewhere nearby were broadcasting announcements in Polish, the defeat of Germany and the liberation of Warsaw. ആ വെടിയൊച്ചയ്ക്ക് ശേഷം അവിടെ റേഡിയോ ബ്രോഡ്കാസ്റ്റ് അനൗൺസ്മെന്റ്സ് ഒക്കെയാണ് കേൾക്കുന്നത്. അതിലെന്താ പറയുന്നത്? ജർമ്മനിയുടെ ഡിഫീറ്റും ജർമ്മനിയുടെ തോൽവിയും വോൾസോയുടെ, പോളണ്ടിന്റെ ഒരു സ്വാതന്ത്ര്യമൊക്കെയാണ് റേഡിയോ അനൗൺസ്മെന്റിൽ കേൾക്കുന്നത്. The Germans had withdrawn without a fight. ഇപ്പോൾ ജർമ്മൻസ് ഫൈറ്റ് ഒന്നും ഇല്ലാതെ തന്നെ വിത്ഡ്രോൺ ആയി, അവർ തിരിച്ചുപോയി. As soon as it began to get light, I prepared feverishly for my first venture out. അങ്ങനെ ലൈറ്റ് ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ കുറെ നാൾക്ക് ശേഷം പുറത്ത് കടക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഞാൻ തുടങ്ങി. My officer had left me a German military overcoat to keep me from freezing. എനിക്ക് തണുക്കാതിരിക്കാൻ ജർമ്മൻ ഓഫീസർ എനിക്കൊരു മിലിറ്ററി കോട്ട് തന്നിട്ടുണ്ട്. ജർമ്മൻ മിലിറ്ററി കോട്ടാണത്. I had already put it on when I suddenly heard the rhythmic footsteps of guards out in the road again. അപ്പം ഞാൻ അങ്ങനെ താഴേക്ക് അതിട്ടിട്ട് ഇറങ്ങാണ്. അത് ഇറങ്ങുമ്പോൾ തന്നെ ഗാർഡ്സിന്റെ ഫുഡ് സ്റ്റെപ്സ് പുറത്ത് കേൾക്കാനുണ്ട്. Had the Soviet and Polish troops withdrawn then? I sank on my mattress, utterly dejected, and lay there until some news came to my ears. The voices of women and children. At all cost I had to get information. അങ്ങനെ ആകെ അവിടെ തകർന്നിരിക്കുമ്പോഴാണ് പുതിയൊരു ശബ്ദം അദ്ദേഹം കേൾക്കുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദമാണ്. എങ്ങനെയെങ്കിലും എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് സ്പിൽമാൻ ഇരിക്കുന്നത്.
I ran downstairs, put my head out of the front of the door and looked out. ഞാൻ താഴെ പോയി വാതിലിന് പുറത്ത് തലയിട്ട് നോക്കുകയാണ്. It was grey, misty morning. അങ്ങനെ ഒരു മൂടൽമഞ്ഞൊക്കെ നിറഞ്ഞൊരു പ്രഭാതമായിരുന്നു അത്. To my left, not far away, stood a woman soldier in a uniform that was difficult to identify at this distance. അപ്പൊ എന്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് അകലെയായിട്ട് ഒരു വുമൺ സോൾജർ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ സ്ത്രീയുടെ ആ സോൾജറിന്റെ യൂണിഫോം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത്. A woman with a bundle on her back was approaching from my right. എന്റെ വലതുവശത്താണെങ്കിലോ ഒരു ബണ്ടിലൊക്കെ ആയി, ഒരു പൊതിയൊക്കെ ആയിട്ട് ഒരു സ്ത്രീയാണ് വരുന്നത്. When she came closer, I ventured to speak to her. അപ്പൊ എന്റെ അടുത്ത് എത്തിയപ്പോൾ ആ സ്ത്രീയോട് സംസാരിക്കാനായിട്ട് ഞാൻ പോയി. Hello, excuse me, I called in a muted voice, beckoning her over. അപ്പം എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സ്ത്രീയെ വിളിച്ചു. ബെക്കണിംഗ് എന്ന് പറഞ്ഞാൽ വിളിക്കുക എന്നാണ് അർത്ഥം. ഷീ സ്റ്റേർഡ് അറ്റ് മീ, ഡ്രോപ്ഡ് ഹെർ ബണ്ടിൽ ആൻഡ് ടുക്ക് ടു ഹെർ ഹീൽസ് വിത്ത് എ ഷ്രീക്ക് ഓഫ് എ ജർമൻ. അപ്പൊ എന്താ ഉണ്ടായത്? സ്പിൽമാനെ കണ്ട് ആ സ്ത്രീ ഭയന്നിരിക്കുകയാണ്. പെട്ടെന്ന് കയ്യിലുള്ള പൊതിയൊക്കെ താഴെയിട്ട് എല്ലാവരും വിളിച്ചു പറയാണ്, ജർമന്റെ ഇവിടെ ഒരു ജർമൻ ഉണ്ട് എന്ന്. എന്തുകൊണ്ടാണ് ആ സ്ത്രീ ഭയപ്പെടാനായിട്ട് കാരണം? സ്പിൽമാൻ ഒരു ജർമൻ കോട്ടാണല്ലേ ധരിച്ചിരിക്കുന്നത്. ആർമി ഓഫീസർ കൊടുത്ത ജർമൻ കോട്ട് ധരിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആ സ്ത്രീ സ്പിൽമാനെ കണ്ടിട്ട് ജർമൻ എന്ന് പറഞ്ഞ് ഭയപ്പെടുന്നത്. Immediately the guard turned, saw me, aimed and fired her machine pistol. പെട്ടെന്ന് തന്നെ ഗാർഡ് എന്നെ കണ്ടപ്പോൾ എന്താണ് ആ പിസ്റ്റൾ എന്റെ നേരെ ചൂണ്ടി. The bullets hit the wall and without thinking I rushed up the stairs and took refuge in the attic. അപ്പൊ ആ ബുള്ളറ്റ് എവിടെയാണ്? ചുമരിലാണ് ആ ബുള്ളറ്റ് എത്തിയത്. പെട്ടെന്ന് തന്നെ ഭയന്ന് ഞാൻ വീണ്ടും മുകളിലേക്ക് പോയി ആറ്റിക്കിൽ ഒളിച്ചിരിക്കുകയാണ് ആദ്യത്തെ പോലെ. Looking out of my little window, a few minutes later, I saw that the whole building was surrounded. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഹോൾ ബിൽഡിംഗും ചുറ്റും സോൾജേഴ്സ് വന്നിട്ടുണ്ട്. I heard soldiers calling to each other and then the sounds of shots and exploding hand grenades. സോൾജേഴ്സിന്റെ ശബ്ദവും ഗ്രനേഡുകളുടെ ശബ്ദമൊക്കെ ഞാൻ കേട്ടു തുടങ്ങി. This time my situation was absurd. I was going to be shot by Polish soldiers in liberated Warsaw on the very edge of freedom. ഇപ്പൊ സ്പിൽമാന്റെ അവസ്ഥ വളരെ അബ്സേർഡ് ആണ് അല്ലെ? എന്താ കാരണം? ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോളണ്ടിലെ പോളിഷുകാരനായിട്ടുള്ള സ്പിൽമാൻ മരിക്കാൻ നിൽക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പിൽ നിൽക്കുമ്പോഴും അദ്ദേഹം ജർമ്മനാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അദ്ദേഹത്തിനെ കൊല്ലാനാണ് അവിടുത്തെ സോൾജേഴ്സ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അബ്സേർഡ് സിറ്റുവേഷനിലാണ് ഞാനെന്ന് സ്പിൽമാൻ ചിന്തിക്കുകയാണ്. Feverishly, I began to wonder how I could make them realize that I was the Polish before they dispatched me to the next world as a German in hiding. അപ്പൊ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ എങ്ങനെ ഈ സോൾജേഴ്സിനെ പറഞ്ഞു മനസ്സിലാക്കും അവര് ജർമ്മൻ എന്ന് വിചാരിച്ചിരുന്ന ഞാനൊരു യഥാർത്ഥ പോളിഷ് ആണ് എന്ന്. I began coming down the stairs, shouting as loud as I could, "Don't shoot, I am Polish." അപ്പൊ ആ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് എത്ര ശബ്ദത്തിൽ പറയാൻ പറ്റുമോ അത്രയും ശബ്ദത്തിൽ ഉറക്കെ പറയാണ്, എന്നെ വെടിവെക്കരുത്, ഞാനൊരു പോളിഷ് ആണ്, ഞാൻ പോളണ്ടുകാരനാണ്. The very soon I heard swift footsteps climbing the stairs. പെട്ടെന്ന് തന്നെ ശബ്ദങ്ങൾ, കാലുച്ചകൾ ഞാൻ കേട്ടു. ഈ സ്റ്റെപ്സ് കയറുന്ന കാലുച്ചകൾ ഞാൻ കേട്ടു. The figure of a young officer in Polish uniform with the eagle on his cap came into view. അപ്പൊ ഒരു യങ് പോളിഷ് ഓഫീസർ ആണ് വരുന്നത്. അദ്ദേഹത്തിന്റെ ക്യാപ്പിൽ ഒരു പരുന്തിന്റെ ചിത്രമുണ്ട്. അങ്ങനത്തെ യൂണിഫോം ധരിച്ച ഒരു യങ് ഓഫീസർ എന്റെ അടുത്തേക്ക് വന്നു. He pointed a pistol at me and shouted, "Hands up." അപ്പം ആ ഓഫീസർ പിസ്റ്റൾ എന്റെ നേരെ ചൂണ്ടിയിട്ട് ഹാൻഡ്സ് അപ്പ് എന്ന് പറഞ്ഞു. I repeated my cry of "Don't shoot, I am Polish." The lieutenant went red with fury. "Then why in God's name don't you come down?" he roared. "And what are you doing in German court?" അപ്പൊ അദ്ദേഹം വീണ്ടും എന്നെ ഷൂട്ട് ചെയ്യരുത്, ഞാൻ ജർമ്മൻ ആണ് എന്ന് പറഞ്ഞു കരഞ്ഞപ്പോ ആ ലെഫ്റ്റനന്റ് ഓഫീസർ ചുവന്നു എന്നാണ് പറയുന്നത് ദേഷ്യത്തില്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ താഴെ വരാതിരിക്കുന്നത്, ആൻഡ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ജർമ്മൻ കോട്ട് ധരിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ഓഫീസർ ചോദിക്കുന്നത്. Only when the soldiers had taken a closer look at me and reviewed the situation did they really believe I was in German. അപ്പോഴാണ് ആ സോൾജേഴ്സിനെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുന്നത്. Then they decided to take me to the headquarters so that I could wash and have a meal. അങ്ങനെ അവരെന്നെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ എനിക്ക് അവിടെ വാഷ് ചെയ്ത് കുളിച്ച ഭക്ഷണമൊക്കെ കഴിക്കാം. After 2 weeks, well cared for by the military, I walked through the streets of Warsaw without fear, a free man for the first time in almost 6 years. അങ്ങനെ 2 ആഴ്ചകൾക്ക് ശേഷം മിലിറ്ററി കെയറോട് കൂടിയിട്ട് തന്നെ ഞാൻ ആ വോൾസോടെ, പോളണ്ടിലെ വോൾസോ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ് ഒരു ഫ്രീ മാൻ ആയിട്ട്. എത്ര വർഷത്തിന് ശേഷമാണ്? 6 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഒരു ഭയം ഇല്ലാതെ ഫ്രീ പോളണ്ടിലൂടെ, വോൾസോയിലൂടെ നടക്കുകയാണ്. I looked over to the north of the city where the ghetto had been, where 500,000 Jews had been murdered. There was nothing left of it. ഞാൻ സിറ്റിയുടെ വടക്ക് വശത്തേക്ക് നോക്കി. അവിടെയാണ് ഗെറ്റോ ഉണ്ടായിരുന്നത്. ഗെറ്റോ എന്ന് പറഞ്ഞാൽ കുറച്ച് താഴ്ന്ന, അല്ലെങ്കിൽ ജ്യൂസിനെ പോലുള്ള ആളുകളെ കൂട്ടി പാർപ്പിച്ചിരുന്ന ഒരു തെരുവിനെയാണ് പറയുന്നത്. അപ്പം ആ തെരുവിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എന്താണ്, 500,000 ജ്യൂസിനെയാണ് അവിടെ കൊന്നത്. അവിടെ ഇപ്പൊ ഒന്നുമില്ല. നത്തിങ് ലെഫ്റ്റ് ഓഫ് ഇറ്റ്. Tomorrow I must begin a new life
വിത്ത് നത്തിങ് ബട്ട് ഡെത്ത് ബിഹൈൻഡ് മീ ഐ വെന്റ് ഓൺ മൈ വേ. നാളെ ഇതെല്ലാം മറന്ന് എനിക്കൊരു പുതിയ ജീവിതം തുടങ്ങണം, മരണത്തിനെ ഭയക്കാതെ എനിക്കൊരു പുതിയ ജീവിതം തുടങ്ങണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വഴിയിലൂടെ സ്പിൽമാൻ അങ്ങനെ 6 വർഷത്തിന് ശേഷം ഫ്രീ ആയിട്ട് നടക്കുക. ഇങ്ങനെയാണ് നമ്മളുടെ ഇൻ ദ ആറ്റിക് എന്ന സ്റ്റോറി അവസാനിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ കഥ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം സെക്കൻഡ് വേൾഡ് വാർ അല്ലെങ്കിൽ യുദ്ധങ്ങളിൽ പാവപ്പെട്ട എത്ര ജനങ്ങളാണ് ഇരയാവുന്നത്, അവരുടെ സ്ട്രഗിൾസ് എന്തൊക്കെയാണ് അവർക്ക് നഷ്ടമാവുന്നത് എന്നൊക്കെ. അതോടൊപ്പം തന്നെ ജർമ്മൻ ആയിരുന്നിട്ടും സ്പിൽമാനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മനസ്സ് കാണിച്ച ആർമി ഓഫീസറിനെയും നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം വരുന്നത് വാട്ട് വാസ് ദ ഓഫീസേഴ്സ് ആറ്റിറ്റ്യൂഡ് ടു സ്പിൽമാൻ? സ്പിൽമാനോട് ജർമ്മൻ ആർമി ഓഫീസറിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്നാണ്. അദ്ദേഹം വളരെ കൈൻഡ് ആയിട്ടാണ് അല്ലെ സ്പിൽമാനോട് ബിഹേവ് ചെയ്തത്. ദ ഓഫീസർ വാസ് കൈൻഡ് ആൻഡ് കെയറിംഗ് ടുവേർഡ്സ് സ്പിൽമാൻ. ഹി വാണ്ടഡ് ടു ഹെൽപ്പ് ഹിം സർവൈവ്. ആ ഓഫീസറിന് സ്പിൽമാൻ സർവൈവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കൈൻഡ് ആയിട്ടും കെയറിംഗ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ഓഫീസറിന്റെ. അടുത്ത ചോദ്യം വരുന്നത് വൈ ഡു യു തിങ്ക് ദ ഓഫീസർ ആസ്ക്ഡ് സ്പിൽമാൻ ടു പ്ലേ ദ പിയാനോ? എന്തുകൊണ്ടായിരിക്കാം ആ ജർമ്മൻ ഓഫീസർ സ്പിൽമാനോട് പിയാനോ വായിക്കാനായിട്ട് പറയുന്നത്? The officer was curious and wanted to know if Spillman was really a pianist. He also wanted to hear beautiful music in a sad time. എന്താണ് സ്പിൽമാൻ പിയാനിസ്റ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ക്യൂരിയസ് ആയിട്ടായിരിക്കും ചോദിച്ചത്. ഇനി യഥാർത്ഥത്തിൽ പിയാനിസ്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാവും. അതുപോലെ തന്നെ ഈ ടെൻഷനുള്ള ഈ ഒരു സാഡ് ടൈമിൽ ഒരു ബ്യൂട്ടിഫുൾ മ്യൂസിക് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടും ആയിരിക്കാം സ്പിൽമാനോട് പിയാനോ പ്ലേ ചെയ്യാനായിട്ട് പറഞ്ഞത്. വൈ വാസ് സ്പിൽമാൻ ഹെസിറ്റന്റ് ടു പ്ലേ ദ പിയാനോ? സ്പിൽമാൻ എന്തുകൊണ്ടാണ് പിയാനോ പ്ലേ ചെയ്യാനായിട്ട് മടി കാണിച്ചത്? Spillman was scared and hadn't played for a long time. His fingers were stiff and dirty. എന്തൊക്കെയാണ് സ്പിൽമാന് ഭയമുണ്ട്, അതുപോലെ തന്നെ കുറെ വർഷങ്ങളായിട്ട് പ്ലേ ചെയ്തിട്ടില്ല പിയാനോ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൈകൾ സ്റ്റിഫ് ആൻഡ് ഡേർട്ടി ആയിട്ടാണ് ഇരിക്കുന്നത്, നിറയെ അഴുക്കൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സ്പിൽമാൻ പിയാനോ പ്ലേ ചെയ്യാനായിട്ട് മടി കാണിക്കുന്നത്. ഹൗ ഡസ് ദ ഓഫീസർ ഹെൽപ്പ് ദ സ്പിൽമാൻ? സ്പിൽമാൻ എങ്ങനെയാണ് ഓഫീസർ ഹെൽപ്പ് ചെയ്യുന്നത്? ദ ഓഫീസർ ഗേവ് ഹിം ഫുഡ്, a warm coat and a better hiding place. He also gave him hope and support. എങ്ങനെയൊക്കെയാണ് സ്പിൽമാന് ജർമ്മൻ ഓഫീസർ ഹെൽപ്പ് ചെയ്യുന്നത്? ആ ഓഫീസർ സ്പിൽമാന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഒരു വോം കോട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒളിച്ചിരിക്കാനായിട്ട് നല്ലൊരു സ്ഥലവും കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു ബെഡൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ. ഇതിലുപരി അദ്ദേഹത്തിന് ഒരു സ്ട്രെങ്ത്തും പ്രതീക്ഷയൊക്കെ കൊടുക്കുകയാണ്. സ്പ്രിംഗ് ആവുമ്പോഴേക്കും യുദ്ധം കഴിയും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഒരു ഹോപ്പും ഒരു സപ്പോർട്ടും കൂടിയാണ് സ്പിൽമാന് ജർമ്മൻ ഓഫീസർ കൊടുക്കുന്നത്. വാട്ട് വാസ് ദ ഓഫീസർ ashamed of? ആ ജർമ്മൻ ഓഫീസർ പറയുന്നുണ്ട് എനിക്ക് ജർമ്മൻ ആണ് എന്ന് പറയാൻ തന്നെ അപമാനമാണെന്ന്. അതിന് കാരണം എന്താണ്? ഹി വാസ് ashamed of being German. He felt bad about the terrible things the Germans had done. അദ്ദേഹത്തിന് ജർമ്മൻ എന്ന് പറയാൻ തന്നെ നാണക്കേടാണ്. കാരണം യുദ്ധം തന്നെയാണ്. നാസി ജർമ്മനി ജൂതന്മാരെയാണ് ശത്രുക്കൾ എന്ന് പറഞ്ഞിട്ട് കൂട്ടമായിട്ട് കൊല്ലുന്നത്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും അല്ലെങ്കിൽ ഗ്യാസ് ചേമ്പറിലൊക്കെ ഇട്ട് അവരെ ടോർച്ചർ ചെയ്യുന്നു, അവരെ ഒരുമിച്ച് കൊല്ലുകയാണ്. ഹോളോകോസ്റ്റ് ആണ് നടക്കുന്നത്. അപ്പൊ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആർമി ഓഫീസർ നിൽക്കുന്നത്. കുറെ നിരപരാധികളായിട്ടുള്ള ആളുകളാണ് അല്ലെ യുദ്ധത്തിൽ മരിക്കുന്നത്. അതുകൊണ്ടാണ് ജർമ്മൻ ഓഫീസർ പറയുന്നത് ഒരു ജർമ്മൻ ആണ് എന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാണ് എന്നുള്ളത്. ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്, ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിംഗ് അറ്റ് ദ ലേറ്റസ്റ്റ്. വാട്ട് ഈസ് സർപ്രൈസിംഗ് അബൌട്ട് ദിസ് സ്റ്റേറ്റ്മെന്റ്? ഇപ്പൊ ജർമ്മൻ ഓഫീസർ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കുറച്ച് ദിവസം കൂടി, കുറച്ച് ആഴ്ചകൾ കൂടി പ്രതീക്ഷയോടെ കാത്തിരിക്കും, സ്പ്രിംഗ് ആവുമ്പോഴേക്കും യുദ്ധം കഴിയുമെന്ന്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിൽ ഒരു സർപ്രൈസിംഗ് എലമെന്റ് എന്താണ്? It is surprising because the officer believed the war would end soon. He was hopeful even during a very dark time. ഇത് കാണിക്കുന്നത് എന്താണ്? ശത്രുവായിട്ടുള്ള ആ ജർമ്മൻ ഓഫീസർ വിശ്വസിച്ചിരുന്നത് യുദ്ധം വേഗം കഴിയും എന്നാണ്. അപ്പൊ അത്രയും ബുദ്ധിമുട്ടുള്ള സമയത്തും വോർ വേഗം കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. What does the conversation between the officer and Spillman reveal about the bond between them? ഇപ്പൊ ഓഫീസറും സ്പിൽമാനും തമ്മിലുള്ള കോൺവെർസേഷൻ, അവരുടെ ഇടയിലുള്ള എന്ത് ബോണ്ടാണ് കാണിക്കുന്നത്? It shows they trusted and cared for each other. Even though they were from different sides, they became friends. എന്താ കാണിക്കുന്നത്? അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. രണ്ടുപേരും രണ്ട് സൈഡിലാണ്. ഒരാൾ ജർമ്മൻ ആണ്, ഒരാൾ പോളിഷ് ആണെങ്കിലും രണ്ട് സൈഡിലാണെങ്കിലും അവർ ഫ്രണ്ട്സ് ആയി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിശ്വാസവും കെയറും ഒക്കെയാണ് നമുക്ക് ഈ കോൺവെർസേഷനിലൂടെ കാണാനായിട്ട് പറ്റുന്നത്. Why was there less artillery fire after a few weeks? ഇപ്പൊ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം വെടിവെച്ചുകളൊക്കെ കുറഞ്ഞു എന്ന് സ്പിൽമാൻ പറയുന്നുണ്ട്. അപ്പൊ അതിന് കാരണം എന്തായിരിക്കും? ദ ഫൈറ്റിംഗ് വാസ് സ്ലോയിങ് ഡൗൺ ആസ് ദ വാർ വാസ് കമ്മിങ് ടു ആൻ എൻഡ്. സിറ്റി വാസ് ബിക്കമിങ് ക്വയറ്റർ. ഇതിന് കാരണം എന്താണ്? യുദ്ധം അവസാനിക്കുമ്പോഴേക്കും വെടിവെച്ചുകളുടെയൊക്കെ ശബ്ദം കുറയാണ്, യുദ്ധം അവസാനിക്കുകയാണ്. അങ്ങനെ സിറ്റി മെല്ലെ മെല്ലെ ക്വയറ്റർ ആയിട്ട് വരികയാണ്. വൈ ഡസ് സ്പിൽമാൻ സേ ദാറ്റ് ഹിസ് ഹൈഡിംഗ് പ്ലേസ് വാസ് വെൽ ചോസൺ? അപ്പൊ സ്പിൽമാൻ പറയുന്നുണ്ട് ഹൈഡ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്ത ഈ അറ്റിക് എന്ന് പറയുന്നത് വളരെ നല്ലൊരു സെലക്ഷൻ ആണെന്ന്. അതിന് കാരണം എന്താണ്? No one found him in the loft. It was hidden and safe.
അത്ര സോൾജേഴ്സ് വന്നിട്ടും ആരും സ്പിൽമാൻ അവിടെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്രയും സേഫ് ആയിട്ടുള്ള ഒരു ഹിഡൻ സ്പേസ് ആണത്. അതുകൊണ്ടാണ് സ്പിൽമാൻ പറയുന്നത് വെൽ ചോസൺ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്ന്. വാട്ട് ഡു യു തിങ്ക് ഓഫ് സ്പിൽമാൻസ് അഡ്വൈസ് ടു ജർമ്മൻ ഓഫീസർ? ഇപ്പൊ സ്പിൽമാൻ ജർമ്മൻ ഓഫീസറിനോട് പറഞ്ഞതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്പിൽമാൻ wanted to help the officer in the future. It was a kind and thankful gesture. അപ്പൊ തന്നെ ഹെൽപ്പ് ചെയ്തതിന് ഒരു നന്ദി കാണിക്കണം, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം എന്നാണ് സ്പിൽമാൻ ആഗ്രഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സ്പിൽമാൻ പറഞ്ഞത് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, സ്പിൽമാൻ പോളിഷ് റേഡിയോ എന്ന് പറഞ്ഞത്. അതൊരു കൈൻഡ് ആൻഡ് താങ്ക്ഫുൾ ജസ്റ്റർ ആണ്. നന്ദി കാണിക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞതാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്ന്. വാട്ട് സൗണ്ട്സ് ഡിഡ് സ്പിൽമാൻ ഹിയർ ഫ്രം ദ ആറ്റിക്? ആറ്റിക്കിൽ ഇരിക്കുമ്പോൾ സ്പിൽമാൻ എന്തൊക്കെ ശബ്ദങ്ങളാണ് കേട്ടത്? He heard wind, rats and sometimes gunfire. He also heard voices and the sounds of soldiers. കാറ്റിന്റെയും എലികളുടെയും അതുപോലെ തന്നെ വെടിയൊച്ചയൊക്കെയാണ് സ്പിൽമാൻ അവിടെ ഇരുന്ന് കേട്ടത്. അതുപോലെ തന്നെ സോൾജേഴ്സിന്റെ ഫുഡ് സ്റ്റെപ്സും സ്പിൽമാൻ കേട്ടിട്ടുണ്ട്. Why does Spillman say that he had to be alone if he wanted to live? സ്പിൽമാൻ പറയുന്നുണ്ട് എനിക്ക് ജീവിക്കണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? He had to hide alone so no one would find him. Being alone kept him safe. അദ്ദേഹം പറയാൻ എന്താ കാരണം? അദ്ദേഹത്തിന് ഒളിച്ചിരുന്നാൽ മാത്രമാണ് ജീവൻ നിലനിർത്താനായിട്ട് പറ്റുള്ളൂ. താഴെ പോയാൽ ജർമ്മൻ അറ്റാക്ക് കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടും. അപ്പം ഒറ്റയ്ക്ക് ഇരുന്നാൽ മാത്രമാണ് സേഫ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഹി ഹാഡ് ടു ബി അലോൺ ഇഫ് ഹി വോണ്ടഡ് ടു ലിവ് എന്ന്. വാട്ട് വേർ ദ റേഡിയോ അനൗൺസ്മെന്റ്സ് അബൌട്ട്? കുറെ നാളുകൾക്ക് ശേഷം ഒരു റേഡിയോ അനൗൺസ്മെന്റ് സ്പിൽമാൻ കേൾക്കുന്നുണ്ട്. അതെന്താണ്? ദേ സെഡ് ദാറ്റ് ജർമ്മനി വാസ് ഡിഫീറ്റഡ് ആൻഡ് വാൾസോ വാസ് ഫ്രീ. ഇറ്റ് വാസ് ദ മെസ്സേജ് ഓഫ് ഹോപ്പ് ആൻഡ് ഫ്രീഡം. ആ മെസ്സേജ് പറയുന്നത് എന്താണ്? ജർമ്മനി യുദ്ധത്തിൽ തോറ്റു, അങ്ങനെ വോൾസോ പോളണ്ട് ഫ്രീ ആയി എന്നാണ്. അപ്പൊ അതൊരു പ്രതീക്ഷയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും ഒരു മെസ്സേജ് ആയിരുന്നു. ഹൗ ഡസ് സ്പിൽമാൻ സർവൈവ് ദ ഫ്രീസിംഗ് കോൾഡ്? കൊടും തണുപ്പിനെ എങ്ങനെയാണ് സ്പിൽമാൻ സർവൈവ് ചെയ്തത്? ദ ഓഫീസർ ഗേവ് ഹിം എ വോം കോട്ട് ആൻഡ് ബ്ലാങ്കറ്റ്. ദീസ് ഹെൽപ്ഡ് ഹിം സ്റ്റേ വോം ഇൻ ദ വിന്റർ. ഓഫീസർ അദ്ദേഹത്തിന് ഒരു മിലിറ്ററി കോട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു വോം ബ്ലാങ്കറ്റ് കൊടുക്കുന്നുണ്ട് അല്ലെ. എയ്ഡ് ഡൗൺ എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് വിന്റർ സീസണിലും ചൂടോടെ ഇരിക്കാൻ അദ്ദേഹത്തിന് ആ തണുപ്പിനൊക്കെ മറികടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. വാട്ട് ഇൻഫർമേഷൻ ഡിഡ് സ്പിൽമാൻ ഹോപ്പ് ടു ഗ്യാദർ? സ്പിൽമാൻ പറയുന്നുണ്ട് എനിക്ക് എന്തായാലും ഇൻഫർമേഷൻ കിട്ടിയേ പറ്റൂ എന്ന്. അപ്പൊ എന്ത് ഇൻഫർമേഷൻ ആണ് അദ്ദേഹം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത്? He wanted to know if the war was over and if it was safe outside. അദ്ദേഹത്തിന് അറിയേണ്ടത് യുദ്ധം കഴിഞ്ഞു, ഇനി പുറത്തിറങ്ങുന്നത് സേഫ് ആണോ എന്നാണ്. He listened for people and voices. അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ആളുകളുടെ ശബ്ദങ്ങൾ ശ്രദ്ധിക്കുകയാണ്, സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ ശബ്ദങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. Why does the woman cry out when she sees Spillman? സ്പിൽമാൻ പുറത്തിറങ്ങിയപ്പോൾ ആ സ്ത്രീ സ്പിൽമാനെ കണ്ടിട്ട് ഭയന്ന് വിളിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? She thought he was a German soldier. His coat made him look like one. എന്താണ്? ജർമ്മൻ സോൾജറിന്റെ കോട്ടാണ് സ്പിൽമാൻ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ജർമ്മൻ ആണ് എന്ന് ആ സ്ത്രീ വിചാരിച്ചു. അതുകൊണ്ടാണ് ജർമ്മൻ എന്ന് പറഞ്ഞ ആ സ്ത്രീ കരയുന്നത്. വാട്ട് ഈസ് ദ എബ്സർഡ് സിറ്റുവേഷൻ സ്പിൽമാൻ ഫൗണ്ട് ഹിംസെൽഫ് ഇൻ? ഏത് എബ്സർഡ് സിറ്റുവേഷനിലാണ് സ്പിൽമാൻ അവസാനം എത്തിച്ചേരുന്നത്? ഹി വാസ് ഓൾമോസ്റ്റ് ഷോട്ട് ബൈ ദ പോളിഷ് സോൾജേഴ്സ് ഹു തോട്ട് ഹി വാസ് എ ജർമ്മൻ. This happened right after the city was freed. സ്പിൽമാൻ ഒളിച്ചിരുന്ന അവസാനം വോൾസോ ഫ്രീ ആയപ്പോൾ സേഫ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. പക്ഷെ അപ്പോൾ തന്നെ ഒരു പോളിഷ് സോൾജറിന്റെ കയ്യിൽ നിന്ന് വെടികൊള്ളേണ്ട അവസ്ഥ സ്പിൽമാന് വന്നേനെ. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ജർമ്മൻ കോട്ട് തന്നെയാണ്. അദ്ദേഹം ജർമ്മൻ ആണ് എന്ന് വിചാരിച്ചിട്ട് അപ്പൊ തന്നെ മരണപ്പെടേണ്ട ഒരു സാഹചര്യം അവിടെ വരികയാണ്. 6 വർഷം ഒളിച്ചിരുന്നിട്ടും ഫ്രീ ആയിട്ടുള്ള പോളണ്ടിലേക്ക് വന്നപ്പോൾ വീണ്ടും ഒരു വെടികൊള്ളാനാണ് അദ്ദേഹത്തിന് യോഗമായിട്ട് വരുന്നത്. ഇതാണ് അദ്ദേഹം എത്തിപ്പെട്ട അബ്സർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി ലെറ്റ്സ് റീവൈൻഡ് എന്നുള്ള ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. വൈ ഡസ് ദ ജർമ്മൻ ഓഫീസർ ഹെൽപ്പ് സ്പിൽമാൻ ആൻഡ് സേവ് ഹിസ് ലൈഫ്? എന്തുകൊണ്ടാണ് ജർമ്മൻ ഓഫീസർ സ്പിൽമാനെ ഹെൽപ്പ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്? ഒരാൾ ജർമ്മൻ ആണ്, ഒരാൾ പോളിഷ് ആണ് എങ്കിലും അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിക്കുന്നത്? ദ ജർമ്മൻ ഓഫീസർ ഫെൽറ്റ് സോറി ഫോർ സ്പിൽമാൻ ആൻഡ് വോണ്ടഡ് ടു ഹെൽപ്പ് ഹിം സർവൈവ്. സ്പിൽമാനോടൊരു സോറി, ഒരു വിഷമാണ് ജർമ്മൻ ഓഫീസറിന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ജീവിക്കണം എന്ന് ഓഫീസർ വിചാരിക്കുകയാണ്. He was kind and didn't agree with the bad things happening in the war. അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ജർമ്മൻ ആണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാണെന്ന്. അപ്പൊ ഈ യുദ്ധത്തിൽ നടക്കുന്ന കാര്യങ്ങളോടൊന്നും അദ്ദേഹം എഗ്രി ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് സ്പിൽമാൻ രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് സ്പിൽമാൻ അദ്ദേഹം ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം വരുന്നത് ഹൗ ഡസ് സ്പിൽമാൻ മെയിൻറ്റെയിൻ ഹോപ്പ് ഇൻ എക്സ്ട്രീം ഹാർഡ്ഷിപ്സ് ആൻഡ് ഡേഞ്ചർ? എക്സ്ട്രീം ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇരിക്കുമ്പോഴും എങ്ങനെയാണ് സ്പിൽമാൻ പ്രതീക്ഷ കൈവിടാതെ സൂക്ഷിച്ചത്? സ്പിൽമാൻ കീപ്സ് ബിലീവിംഗ് ദാറ്റ് ദ വാർ വിൽ എൻഡ് ആൻഡ് ദാറ്റ് ഹി വിൽ ലിവ്. അദ്ദേഹം വിശ്വസിക്കുന്നത് എന്താണ്? യുദ്ധം കഴിയും, ഞാൻ ഫ്രീ ആവും, ഞാൻ ജീവിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഹി റിമെമ്പേഴ്സ് ഹിസ് പാസ്റ്റ് ആൻഡ് ഡ്രീംസ് ഓഫ് എ ബെറ്റർ ഫ്യൂച്ചർ. അപ്പൊ അദ്ദേഹത്തിന്റെ പാസ്റ്റിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ആദ്യം എനിക്കൊരു ഫാമിലി, ഒരു ഹോം ഉണ്ടായിരുന്നു, പാരന്റ്സ് ഉണ്ടായിരുന്നു, സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ. പിന്നെ വീടില്ലെങ്കിലും എല്ലാവരും ചുറ്റും ഉണ്ടായിരുന്നു. അതിനുശേഷം
പാരന്റ്സ് ഒന്നും ഇല്ലെങ്കിലും മറ്റാളുകൾ ഉണ്ടായിരുന്നു. ഇപ്പം ഏറ്റവും ലോൺലി ആയിട്ടുള്ള ആളാണ് ഞാൻ, എന്നാലും എനിക്ക് സർവൈവ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നുണ്ട്. അങ്ങനെയാണ് എക്സ്ട്രീം ഡേഞ്ചറിലും പ്രതീക്ഷ കൈവിടാതെ സ്പിൽമാൻ ഇരിക്കുന്നത്. വൈ വാസ് സ്പിൽമാൻ എഫ്രൈഡ് ഓഫ് ബീങ് കിൽഡ് ബൈ പോളിഷ് സോൾജേഴ്സ് ഹിസ് ഓൺ കൺട്രിമെൻ? എന്തുകൊണ്ടാണ് പോളിഷ് സോൾജേഴ്സിന്റെ കയ്യിൽ നിന്ന്, അദ്ദേഹത്തിന്റെ തന്നെ രാജ്യത്തിലുള്ള പോളിഷ് സോൾജേഴ്സിന്റെ കയ്യിൽ നിന്ന് മരിക്കും എന്ന് വിചാരിക്കുന്നേ? ഹി വാസ് വെയറിംഗ് എ ജർമ്മൻ കോട്ട്, സോ ദേ തോട്ട് ഹി വാസ് എ ജർമ്മൻ സോൾജർ. എന്താണ്, സ്പിൽമാൻ ജർമ്മൻ കോട്ടാണ് ധരിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ സ്പിൽമാൻ ഒരു ജർമ്മൻ സോൾജർ ആണ് എന്ന് അവർ വിചാരിക്കുകയാണ്. ദേ ഡിഡ്ന്റ് നോ ഹി വാസ് ആക്ച്വലി പോളിഷ്. അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അദ്ദേഹം പോളിഷ് ആണെന്ന്. അതുകൊണ്ടാണ് സ്പിൽമാൻ ഭയക്കുന്നത് അവരുടെ തന്നെ രാജ്യക്കാരായിട്ടുള്ള പോളിഷ് സോൾജേഴ്സിന്റെ കയ്യിൽ നിന്ന് താൻ മരണപ്പെടുമെന്ന്. ഹൗ ഡു ലക്ക്, ചാൻസ് ആൻഡ് ഹ്യൂമൻ കൈൻഡ്നെസ് ഹെൽപ്പ് സ്പിൽമാൻ ടു സർവൈവ്? ഭാഗ്യം, അവസരം, അനുകമ്പ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സ്പിൽമാനെ സർവൈവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത് എന്നാണ് ചോദ്യം. സ്പിൽമാൻ മെറ്റ് എ കൈൻഡ് ഓഫ് ജർമ്മൻ ഓഫീസർ ഹു ഹെൽപ്ഡ് ഹിം. He also found a good hiding place and survived many dangers by chance. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാഗ്യം എന്ന് പറയുന്നത്? നല്ലൊരു ജർമ്മൻ ഓഫീസർ അദ്ദേഹത്തെ കണ്ടുമുട്ടി ഭക്ഷണവും വോം ക്ലോത്ത് ഒക്കെ കൊടുത്ത് ഹെൽപ്പ് ചെയ്തു എന്നുള്ളൊരു കാര്യങ്ങളിലാണ്. അവിടെയാണ് ഹ്യൂമൻ കൈൻഡ്നെസ് വരുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഹൈഡിംഗ് പ്ലേസും സ്പിൽമാൻ കണ്ടെത്തുകയാണ്. അവിടെ പല തരത്തിലുള്ള സോൾജേഴ്സ് വന്നു പോയെങ്കിലും ഭാഗ്യം കൊണ്ട്, ചാൻസ് കൊണ്ടോ ലക്ക് കൊണ്ടോ ഒക്കെ അദ്ദേഹത്തിന് പിടിക്കപ്പെടാതെ അവിടെ നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചേർന്നതുകൊണ്ടാണ് സ്പിൽമാൻ ഇത്രയും വർഷങ്ങൾ ആറ്റിക്കിൽ ഒളിച്ചിരുന്നിട്ട് ലിബറേറ്റ് ആയിട്ട് സ്വാതന്ത്ര്യം നേടി പുറത്തു വന്നത്. വാസ് ഇറ്റ് റിസ്കി ഫോർ ദ ജർമ്മൻ ഓഫീസർ ടു ഹെൽപ്പ് സ്പിൽമാൻ? വൈ? ജർമ്മൻ ഓഫീസർ അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പോളിഷ് ജൂതനായിട്ടുള്ള സ്പിൽമാനെ ഹെൽപ്പ് ചെയ്യാണ് അല്ലെ. അപ്പൊ അത് ജർമ്മൻ ഓഫീസറിന് ഒരു റിസ്ക് ആയിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഇറ്റ് വാസ് വെരി റിസ്കി ബിക്കോസ് ഹെൽപ്പിംഗ് എ ജൂ കുഡ് ഗെറ്റ് ഹിം പണിഷ്ഡ് ഓർ ഈവൻ കിൽഡ്. ഇത് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. തന്റെ ശത്രുവിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് മരണപ്പെടാനോ അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് കിട്ടാനുള്ള ഒരു സാഹചര്യമാണ്. ബട്ട് ഹി ഹെൽപ്ഡ് എനിവേ ബിക്കോസ് ഇറ്റ് വാസ് ദ റൈറ്റ് തിങ് ടു ഡു. പക്ഷേ സ്പിൽമാനെ അദ്ദേഹം ഹെൽപ്പ് ചെയ്തു, കാരണം അതാണ് റൈറ്റ് തിങ് എന്നാണ് ജർമ്മൻ ഓഫീസർ വിശ്വസിക്കുന്നത്. വൈ ഈസ് സ്പിൽമാൻസ് മെമോവർ ക്ലാസിഫൈഡ് ആസ് സർവൈവർ ടെസ്റ്റിമണി? ഹൗ ഇൻ യുവർ ഒപ്പീനിയൻ ഡസ് സർവൈവർ ടെസ്റ്റിമണി എൻറിച്ച് ഹിസ്റ്ററി ആൻഡ് ലിറ്ററേച്ചർ and enhance our understandings of the world? സ്പിൽമാന്റെ ഓർമ്മക്കുറിപ്പ് ഒരു സർവൈവർ ടെസ്റ്റിമണി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർവൈവർ ടെസ്റ്റിമണി എന്ന് പറഞ്ഞാൽ അതിജീവിക്കുന്നവരുടെ ഒരു സാക്ഷ്യം എന്നാണ് അർത്ഥം. സാക്ഷ്യം അല്ലെങ്കിൽ അവരുടെ മൊഴികൾ, അവർ പറയാണ് അവരുടെ എക്സ്പീരിയൻസ്, അതാണ് ടെസ്റ്റിമണി. അപ്പൊ അതിജീവിക്കുന്നവരുടെ ഒരു സാക്ഷ്യമാണ് ഈ മെമ്മോവ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്ററിയിലും ചരിത്രത്തിനെയും സാഹിത്യത്തിനെയും എങ്ങനെയാണ് ഈ സർവൈവർ ടെസ്റ്റിമണി ഹെൽപ്പ് ചെയ്യുന്നത് എന്നും ചോദിക്കുന്നുണ്ട്. It is called survivor testimony because Spilman tells his true story of living through the war. യുദ്ധത്തിൽ എങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്നുള്ള യഥാർത്ഥമായിട്ടുള്ള കഥയാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അനുഭവമാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് സർവൈവർ ടെസ്റ്റിമണി എന്ന് പറയുന്നത്. സർവൈവർ എന്ന് പറഞ്ഞാൽ അതിജീവിക്കുന്നവർ എന്നാണ്. ടെസ്റ്റിമണി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എക്സ്പീരിയൻസ് പറയാണ്, മൊഴി അല്ലെങ്കിൽ സാക്ഷ്യം പറയുന്നതിനെയാണ് പറയുന്നത്. അപ്പം സ്പിൽമാൻ അദ്ദേഹത്തിന്റെ ലൈഫിലെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, എങ്ങനെയാണ് സെക്കൻഡ് വേൾഡ് വാർ അദ്ദേഹം അതിജീവിച്ചതെന്ന്. അതുകൊണ്ടാണ് ഇതിന് സർവൈവർ ടെസ്റ്റിമണി എന്ന് പറയുന്നത്. ദീസ് റിയൽ ലൈഫ് സ്റ്റോറീസ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡിങ് ദ പെയിൻ, കറേജ് ആൻഡ് ദ ഹോപ്പ് പീപ്പിൾ ഹാഡ് ഡ്യൂറിങ് ഹാർഡ് ടൈംസ്. നമ്മൾ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇല്ലെങ്കിലും ഇത് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് അല്ലെ, ആ സമയത്ത് ആളുകൾ എന്തൊക്കെ സ്ട്രഗിൾസിലൂടെയാണ് കടന്നുപോയതെന്ന്. അപ്പോൾ ഹിസ്റ്ററി, ചരിത്രത്തിലും സാഹിത്യത്തിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സർവൈവർ ടെസ്റ്റിമണി. കാരണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അവരനുഭവിച്ച വേദനകൾ, അവരെങ്ങനെയാണ് ധൈര്യപൂർവ്വം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ തരണം ചെയ്ത് വന്നതെന്ന്. അപ്പം സർവൈവർ ടെസ്റ്റിമണി ഹിസ്റ്ററിയിലും അല്ലെങ്കിൽ ലിറ്ററേച്ചറിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ലോകത്തിനെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സർവൈവർ ടെസ്റ്റിമണി. അവസാനത്തെ ചോദ്യം വരുന്നത്, ഇൻ ദ എൻട്രി ടു ദിസ് പാസേജ് യു വുഡ് ഹാവ് കം അക്രോസ് ദ എക്സ്പ്രഷൻ en masse. what do you think it means in the context? നമ്മൾ കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പാരഗ്രാഫ് വായിച്ചു അല്ലെ, അതിൽ en masse എന്നുള്ളൊരു യൂസേജ് വരുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. en masse മീൻസ് ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഡൂയിങ് സംതിങ് ടുഗെദർ. en masse എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, കുറെ ആളുകൾ ഒരുമിച്ച് ഒരു കാര്യം ചെയ്യുന്നതിനെയാണ് en masse എന്ന് പറയുന്നത്. ഈ പാസേജിൽ എങ്ങനെയാണ്? ഇൻ ദ പാസേജ് ഇറ്റ് മീൻസ് പീപ്പിൾ വർ ടേക്കൺ ഓർ മൂവ്ഡ് ഓൾ അറ്റ് വൺസ്. അപ്പൊ ഈ പാസേജിൽ en masse അർത്ഥം എന്താണ്? ആളുകളെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്ന് കുടിയേറി പാർത്തു, ഒരു സ്ഥലത്ത് നിന്ന് ഒരുമിച്ച് പോയി എന്നാണ്. ജൂതന്മാരെയൊക്കെ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് മാറ്റി. അപ്പൊ അതിനെയാണ് ഇവിടെ en masse എന്ന് പറയുന്നത്. en masse എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരു കാര്യം ഒരുമിച്ച് ചെയ്യുന്നതിനെയാണ്. ഇതോടുകൂടിയിട്ട് നമ്മളുടെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് അവസാനിക്കുകയാണ്. ആക്ടിവിറ്റീസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.
ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.